ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് പ്ലാൻസ് അരീനയിലേക്ക് സ്വാഗതം. ഞാൻ അബ്ദുസലാം. ഇന്നത്തെ വീഡിയോ ഫിഞ്ചസിന് വേണ്ടി മരം കൊണ്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. 2 അറകളുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. 5 ഇഞ്ച് വീതിയുള്ള ഈ മരത്തിന്റെ പീസാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. വളരെ കനം കുറഞ്ഞൊരു പീസാണിത്, അതുകൊണ്ട് തന്നെ വെയിറ്റും വളരെ കുറവാണ്. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആ മരത്തിൽ നിന്ന് കട്ട് ചെയ്താണ് ഈ പീസുകൾ. ഇതിൽ ഒരു പീസ് മാത്രം മറ്റൊരു കഷ്ണമാണ്. കുറച്ച് വീതി കുറവാണ് ഈ പീസ്. ചെറിയ 3 കഷ്ണങ്ങൾ നമ്മൾ സൈഡിലേക്കാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്ന് സെന്ററിലും ഉപയോഗിക്കും, പാർട്ടീഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. ഇതിന്റെ ആകെ നീളം 14 ഇഞ്ചാണ്. 7 ഇഞ്ച് വീതമുള്ള 2 അറകളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡോറിന്റെ ഭാഗത്തുള്ള പീസ് കുറച്ചും കൂടി നമ്മൾ കട്ട് ചെയ്ത് കുറക്കുന്നതാണ്. 1 ഇഞ്ചിന്റെ ആണിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം കനം കുറഞ്ഞ ആണിയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കനം കുറഞ്ഞ മരത്തിന്റെ പീസ് അത് കാരണം തന്നെ മരം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ചെറിയ ആമറ്, കട്ടിംഗ്, അതുപോലെ തന്നെ മീറ്റർ ടേപ്പ്, ഇതെല്ലാം അത്യാവശ്യമായി വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇതിനായിട്ട് എടുത്ത മരത്തിന്റെ കഷ്ണം ഒരു ഭാഗത്ത് നിന്ന് കനം കൂടി അടിഭാഗത്തേക്ക് കനം കുറഞ്ഞു പോകുന്ന ഒരു കഷ്ണമായിരുന്നു. അവിടെയാണ് ഹുക്കെല്ലാം ഫിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കനം കൂടിയ കഷ്ണമാണ് നമ്മൾ ഇതിന്റെ ബാക്ക് ഭാഗത്തിന് ഉപയോഗിക്കുന്നത്. മീഡിയം കനമുള്ള ഭാഗം അടിഭാഗത്തും ഏറ്റവും കനം കുറഞ്ഞ ഭാഗം മുകളിലുമാണ് ഉപയോഗിച്ചത്. ഏറ്റവും കനം കുറഞ്ഞ ലാസ്റ്റ് ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ സൈഡിലേക്കുള്ള പീസുകൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതിലും ഏറ്റവും ചെറുതാണ് നമ്മൾ സെൻട്രൽ പാർട്ടീഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആ വിഭാഗത്ത് നമുക്ക് 5 ഇഞ്ച് പൂർണ്ണമായും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിളികളുടെ കൂടിന് വീതി കുറയുകയില്ല. ഇനി ബാക്ക് ഭാഗവും തായ് ഭാഗവും യോജിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ബാക്ക് ഭാഗത്ത് ആണിയടിക്കാം. തായ് ഭാഗത്ത് വരുന്ന കഷ്ണത്തിന്റെ കനത്തിന് അനുസൃതമായി നമുക്ക് ഈ സൈഡിലാണ് അണിയടിക്കേണ്ടത്. 5 അണിയാണ് നമ്മൾ അടിക്കുന്നത്. ആ കഷ്ണത്തിന്റെ നടുവിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിലടിക്കുക. ആദ്യം എല്ലാ ആണികളും കുറച്ച് അടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് മറ്റേ പീസ് കൂടി യോജിപ്പിച്ച് മുഴുവനായിട്ട് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്കത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടിക്കുന്ന ആണികൾ കൃത്യമായ ഇടവേളകളിൽ വരാൻ ശ്രദ്ധിക്കണം. ഇനി തായ് ഭാഗം അടിച്ചുറപ്പിക്കാം. ഈ ഭാഗം നല്ലപോലെ പിടിച്ച് ആണി അടിക്കുന്നതാണ് നല്ലത്. സെന്റർ ഭാഗത്തുള്ള ആണിയാണ് ആദ്യം അടിക്കേണ്ടത്. കാരണം സെന്റർ അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇടതുഭാഗത്തോ വലതുഭാഗത്തോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നീട് ബാക്കിയുള്ള ആണികളും അടിക്കുക. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി ചെയ്യാം. ബാക്ക് ഭാഗത്ത് ഉപയോഗിക്കുന്ന പീസിന് മുകളിലായിട്ടാണ് നമ്മൾ മുകൾ ഭാഗത്തുള്ള ആണി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അത്യാവശ്യത്തിനുള്ള ഹൈറ്റും കിട്ടുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ ഭാഗത്തും ആണിയടിക്കുക. ആണിയടിക്കുമ്പോൾ വളയുകയോ അതുപോലെ തന്നെ പുറത്തേക്ക് വരികയോ ചെയ്യണമെങ്കിൽ നോസ് പ്ലയർ ഉപയോഗിച്ച് നമുക്കത് നീക്കം ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ വരുന്ന ഭാഗം നമ്മൾ ഇപ്പോൾ പകുതി ഭാഗത്ത് വെച്ച് ആണിയടിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് അതൊരു വൃത്തിയായി തോന്നാത്തത് കൊണ്ട് തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ അതൊരു ചെറിയ ഭാഗമാക്കി ആണ് ചെയ്യുന്നത്. ബോക്സ് ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 സൈഡ് ഭാഗത്തും ആണിയടിക്കാം. ഇതോടുകൂടി കൂടിന്റെ ഏകദേശം വർക്ക് കഴിയുന്നതാണ്. പിന്നീട് നമുക്ക് സെപ്പറേഷന് വേണ്ടിയുള്ള ഭാഗം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ളത് നീക്കം ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സെൻട്രലിലെ പാർട്ടീഷന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ആണി അടിച്ചു കൊടുക്കാം. ഇനി നെറ്റിൽ കേജ് തൂക്കിയിടാനുള്ള ഹുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന ഒന്നായിരുന്നു ഈ ഹുക്ക്. ഇത് ലാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പ്രയാസമാണ് ചെയ്യുവാൻ. ഇത് റെഡിമെയ്ഡ് അല്ല, നമ്മൾ കമ്പി ഉപയോഗിച്ച് വളച്ചെടുത്തിട്ടുള്ളതാണ്. ഉളിയും ആമറും ഉപയോഗിച്ച് നമ്മൾ 2 ഹുക്കും തന്നെ ഫിറ്റ് ചെയ്തു. 2 ഭാഗത്തു നിന്ന് ഒഴിവാക്കിയ കഷ്ണമാണിത്. ആ കഷ്ണം തന്നെ ഒരു സ്റ്റാൻഡ് ആയിട്ടാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. കിളികൾക്കെല്ലാം കൂട്ടിൽ കയറുന്നതിന് മുമ്പ് ഇരിക്കുവാനുള്ള ഒരു സ്റ്റാൻഡ് ആയിട്ടാണിത്. ഇതുവരെ കൂടി നമ്മുടെ കേജിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ളത് നമ്മൾ അതിന്റെ ബാക്കിലുള്ള ഹുക്ക് ഫിറ്റ് ചെയ്യാനാണ്. ബാക്കിയുള്ള വർക്കെല്ലാം വളരെ ഈസി ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഏറ്റവും പുതിയ വീഡിയോകളെല്ലാം പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ്.